Hello Winner SSLC family. SSLC Lakshya batch students in an important announcement. Now, our focus area is students in confusion, sir. Focus area is exam date. Now, evidence confusion. Okay? Now, confusion is this video. This video, we promise a document. A document is explain. Confusion ഉണ്ടാവില്ല പിന്നെ ആകെ അങ്ങോട്ട് പഠിച്ചു തുടങ്ങുക പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിച്ച് ഇങ്ങോട്ട് വരിക ഓക്കേ അതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഡോക്യുമെന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആർക്കെങ്കിലും ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇനിയും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും കംപ്ലീറ്റ് സിലബസ് നമ്മുടെ ആപ്പിൽ റെക്കോർഡഡ് ആയിട്ട് ഓൾറെഡി ഉണ്ട് അതിന് പുറമെയാണ് ലൈവ് ക്ലാസ്സുള്ള കാര്യം മനസ്സിലാക്കുക ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിവിഷൻ ക്ലാസ്സസ് ഉണ്ട് ഓക്കേ ഇന്റൻസ് റിവിഷൻ ആയിരിക്കും കേട്ടോ വേറെ ലെവലിൽ റിവിഷൻ ക്ലാസ്സസ് ആയിരിക്കും അതിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും റിവിഷൻ ക്ലാസ് നടക്കുക അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ അതിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കാൻ ഫുൾ A+ വാങ്ങാനുള്ള ആ ഒരു ഫയർ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം അതിന് വേണ്ടിയുള്ള ബാച്ചിനെയാണ് ലക്ഷ്യ ബാച്ച് 2000 ആണ് ഫീസ് വരുന്നത് 2000 ഒരു മാസത്തേക്കുള്ള ഫീസ് അല്ല നിങ്ങൾ അവസാനം വരെ ഒറ്റ ഫീസ് അടയ്ക്കുള്ളൂ ഒരു സബ്ജക്റ്റിനും അല്ല നിങ്ങൾ അടയ്ക്കാൻ പോകുന്ന എല്ലാ സബ്ജക്റ്റും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് ഹിന്ദി മലയാളം എല്ലാത്തിനും കൂടെ നിങ്ങളൊരു ഫീസ് അടയ്ക്കുള്ളൂ 2000 ആണ് ഇത്രയും ലോ കോസ്റ്റിൽ വേറെ ആരും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ പോകുന്നില്ല ഇതിൽ കുറഞ്ഞ ഒരു ഫീസിൽ ഞങ്ങൾക്ക് ചെയ്തു തരാൻ ബുദ്ധിമുട്ടാണ് അതൊക്കെ അതുകൊണ്ടാണ് അല്ല ഫീസ് ഇനി വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം ഫീസ് ഓക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ലക്ഷ്യ ബാച്ചിലുണ്ടാവും അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ ഇവിടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് 7592021021 ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതിൽ നമ്മൾ പഠിച്ചു കൊടുക്കും ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഡോക്യുമെന്റിലേക്ക് കടക്കാം അതിനു മുമ്പ് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡോക്യുമെന്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ഓക്കെ നിങ്ങളുടെ ഈ വീഡിയോന്റെ കമന്റ് സെക്ഷനിലുണ്ടാവും ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ടാവും പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ അനാലിസിസ് വേണോ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സസിന് വേണോ എന്ത് വേണമെങ്കിലും എന്തൊക്കെ ആവശ്യമുണ്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾ എക്സാമിനറോട് പറയാം അലക്സാറോട് പറയാം അതെവിടെ പറയണം ചാറ്റിൽ ഓക്കെ ചാറ്റിലല്ല ഈ വീഡിയോയിൽ കോമെന്റ് സെക്ഷനിൽ പറയാം ഓക്കെ നിങ്ങൾ കോമെന്റ് ചെയ്യാം എന്താ വേണ്ടത് മറ്റേത് വേണം സാർ ഇത് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കും എക്സാം സീസൺ ആണ് സീരിയസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാൻ റെഡിയാണ് അപ്പോൾ കമന്റ് സെക്ഷനിൽ എല്ലാ കാര്യങ്ങളും പറയാം ഞങ്ങളത് പാടും ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് കിടക്കാം ഡോക്യുമെന്റിലേക്ക് കിടക്കാം അപ്പോൾ ഡോക്യുമെന്റ് കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് പേടിയൊക്കെ വരും പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ നോക്കിക്കേ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പേജ് അല്ല 2-3 പേജ് ഉണ്ട് ഫിസിക്സിന് ഒരെണ്ണമുണ്ട് കെമിസ്ട്രിക്ക് ഒരെണ്ണമുണ്ട് ബയോളജിക്ക് ഉണ്ട് മാത്സിനുണ്ട് ഓരോന്നിനും സെപ്പറേറ്റ് ഇങ്ങനെ പേജസ് ഉണ്ട് ഇനി പേജസിലേക്ക് ഒന്ന് നടന്നു നോക്കാം ഫോർ എക്സാമ്പിൾ ഫിസിക്സ് നമുക്ക് എടുത്ത് നോക്കിയാൽ ഫിസിക്സിൽ 7 ചാപ്റ്റേഴ്സ് ആണല്ലോ 7 ചാപ്റ്ററിന്റെ പേരും കൊടുത്തിട്ടുണ്ട് അല്ലേ ഓരോരോ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയുന്ന പേര് കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത കോളത്തിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് തൽക്കാലം മൈൻഡ് ചെയ്യാണ്ട് നമുക്ക് നോക്കാം എന്താണ് അവസാനം നെക്സ്റ്റ് കൊടുത്തെന്താണ് ലേണിംഗ് വീഡിയോസ് ഇപ്പോൾ ലേണിംഗ് വീഡിയോസ് എന്താണെന്ന് ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മിക്ക സ്റ്റുഡൻസിന് അറിയായിരിക്കും എന്നാലും നമുക്കൊന്ന് പരിശോധിക്കാം ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ചാപ്റ്റർ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് ഉണ്ട് എല്ലാവർക്കും അറിയാം അതിൽ ലേണിംഗ് വീഡിയോസ് എന്താ കൊടുത്തിരിക്കുന്നത് 1 മുതൽ 13 വരെ പഠിച്ചാൽ മതി എന്നാണ് ഓക്കെ അതിന് കാരണം എന്താണ് 1 മുതൽ 13 വരെയാണ് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് വീഡിയോസ് ഓക്കെ ഫോക്കസ് ഏരിയ ടോപ്പിക്സിന്റെ കറസ്പോണ്ടിങ് വീഡിയോസ് ആണ് 1 മുതൽ 13 വരെ അപ്പോൾ 1 മുതൽ 13 വരെയുള്ള ഈ വീഡിയോസ് നിങ്ങൾ കണ്ടേ തീരുള്ളൂ ഓക്കെ അപ്പോൾ ആ വീഡിയോസ് എവിടെ കിട്ടുക നമ്മുടെ ആപ്പിൽ കിട്ടും നിങ്ങൾക്ക് അറിയായിരിക്കും എങ്കിലും ഒന്ന് അലൻ സാർ കാണിച്ചു തരും എവിടെയാണ് കിട്ടുക ഓക്കെ അപ്പോൾ എക്സാമിനർ ആപ്പ് എടുക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ അക്കൗണ്ടിൽ പോയിട്ട് 10th ആണെന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ചാപ്റ്റേഴ്സും വേറെ സബ്ജക്ട്സ് കിട്ടുക ഈ 10th സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് എന്താ ഫിസിക്സിൽ പോവാം ഫിസിക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആണ് വേണ്ടത് അതിനുള്ളിൽ പോവാം അതിനുള്ളിൽ പോയാൽ ലേണിംഗ് വീഡിയോ ഉണ്ട് ഫാസ്റ്റ് ട്രാക്ക് റിവിഷൻ ഉണ്ട് ലൈവ് സെഷൻ ഉണ്ട് നമുക്ക് എന്താ വേണ്ടത് ലേണിംഗ് വീഡിയോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം അപ്പോൾ അതിൽ 15 ടോപ്പിക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് 1 to 13 ആണ് വേണ്ടത് 1 to 13 മാത്രമല്ല 1 മുതൽ 13 വരെയുള്ള എല്ലാ വീഡിയോസ് നിങ്ങൾ അടിപൊളിയായിട്ട് കാണും ഇപ്പൊ തന്നെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മുടെ റിവിഷൻ ബാച്ച് വേറെ തന്നെ ചെയ്യും നമ്മൾ നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിന് വേണ്ടി തന്നെ പക്ഷേ ഇപ്പോഴേ നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് റെഡി ആയിരുന്നാൽ ആ റിവിഷൻ്റെ സമയത്ത് നിങ്ങൾ ഓൾറെഡി റിവൈസ്ഡ് ആയിരിക്കും പിന്നെ ഒരു കുഞ്ഞൊന്ന് ജസ്റ്റ് എന്താണ് ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ കൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി കിട്ടി നിങ്ങൾ പരീക്ഷയിൽ ഫുൾ A+ ഉറപ്പിച്ചു ഓക്കെ അപ്പോൾ ഇപ്പോഴേ എന്ത് ചെയ്യുക ഈ വീഡിയോസ് കണ്ടു തുടങ്ങാം അപ്പം ഇവിടെ 1 to 13 ഉണ്ട് 14 15 കാണേണ്ട ആവശ്യമില്ല ഫോക്കസ് ഏരിയയ്ക്ക് ഇപ്പം ഇൻകാൻഡസന്റ് ലാമ്പ് ഉണ്ട് ഡിസ്ചാർജ് ലാമ്പ് LED ലാമ്പ് ഉണ്ട് അത് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ഉണ്ട് ഇതിൽ കൊടുത്തിട്ടില്ല ആപ്പിൽ എപ്പോഴും ഉണ്ടാവും നിങ്ങൾക്ക് വേണേൽ കാണാം അത് നിങ്ങൾക്ക് കാണാം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കുറച്ചുകൂടി സംശയിച്ചാൽ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ മതി ഫോക്കസ് ഏരിയ ഇല്ലാതെ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ശരിയാവില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ഒരു 2-3 ചാപ്റ്റർ ഉണ്ട് ഓക്കെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സിന്റെ ഓരോ സബ്ജക്റ്റിന് ഫോക്കസ് ഏരിയ മാത്രം പഠിക്കും കുറച്ച് സമയം കൊണ്ട് കുറേ സമയം എടുക്കരുത് ഫോക്കസ് ഏരിയ മാത്രം പഠിക്കും
ഇതിനൊന്ന് സമയം എക്സ്ട്രാ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മിസ് ചെയ്ത 14, 15 അതേപോലെ ഇപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് 3, 5 മുതൽ 9 വരെ ഉള്ളൂ. ബാക്കിയുള്ള 1, 2 പിന്നെ 9 കഴിഞ്ഞുള്ള വീഡിയോസ് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. നിങ്ങൾ അതിന് ശേഷം കണ്ടോ. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ആദ്യം ഫോക്കസ് ചെയ്ത് പഠിക്കും ഒരു 3-4 ചാപ്റ്ററിൻ്റെ. അതിനുശേഷം നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾ കണ്ടോ. ഓക്കെ, ശരി. അപ്പോൾ ലേണിംഗ് വീഡിയോസ് കഴിഞ്ഞു. അപ്പോൾ ലേണിംഗ് വീഡിയോസ് കണ്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ പ്രിപ്പറേഷൻ കഴിഞ്ഞു. കാരണം ലേണിംഗ് വീഡിയോസിൽ ക്വസ്റ്റ്യൻസും എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി വൺ ഷോട്ട് ലിങ്ക് എന്ന് പറഞ്ഞ സാധനം കാണാം. എന്താണ് ഈ വൺ ഷോട്ട് ലിങ്ക്? നമ്മുടെ വൺ ഷോട്ട് സീരീസ് നമ്മുടെ ചാനലിൽ നടക്കുന്നില്ലേ, ഈ ചാനലിൽ നടക്കുന്നില്ലേ, അതിൻ്റെ ലിങ്കാണത്. അപ്പോൾ ആ എടുത്ത കഴിഞ്ഞ ക്ലാസ്സസിൽ ലിങ്കാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ലേണിംഗ് വീഡിയോസ് കാണാം. വൺ ഷോട്ട് ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവും, നല്ല കാര്യം, ഫോളോ ചെയ്തില്ലൊരു കുഴപ്പമില്ല. നിങ്ങൾ ലേണിംഗ് വീഡിയോസ് കാണുന്ന നിർബന്ധമാണ്. കാരണം അതിലാണ് ഡീറ്റെയിൽ ആയിട്ടുള്ളത്. വൺ ഷോട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് മാത്രം പെട്ടെന്ന് പറഞ്ഞു പോകുന്ന പരിപാടിയാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം. കാരണം എന്താണ്, നിങ്ങൾക്ക് ബേസിക്സ് അറിയില്ലെങ്കിൽ ഡൗട്ട് വരും. അപ്പോൾ ആ ഡൗട്ടുകളൊക്കെ എവിടെ ക്ലിയർ ചെയ്യണം? ലേണിംഗ് വീഡിയോസിൽ പോയി കണ്ട് സമാധാനപരമായിട്ട് ക്ലിയർ ചെയ്യണം. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ലേണിംഗ് വീഡിയോസ് ഉണ്ടാവും. വൺ ഷോട്ട് സീരീസ് നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ഫോളോ ചെയ്ത് പോവാം, ഓരോരോ ലൈവ് ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, ഇനി ഫോളോ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ആസ് ലോങ് ആസ് നിങ്ങൾ ലേണിംഗ് വീഡിയോസ് സമയത്തിനനുസരിച്ച് കാണുന്നുണ്ടെന്ന്, ഓക്കെ, പഠിക്കുന്നുണ്ടെന്ന്. ഓക്കെ, കാണുക മാത്രമല്ല നോട്ട്സൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ വേണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ശരി, വൺ ഷോട്ടിൻ്റെ നോട്ട്സും എന്താണ്, നോട്ട്സ് ക്ലാസ് കഴിഞ്ഞാൽ വരും. ഫിസിക്സിന് ക്ലാസ് കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് നോട്ട്സ് ഇല്ലാത്ത. ക്ലാസ് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ട്സും കിട്ടും. നോട്ട്സും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. ഇനി വൺ ഷോട്ടിൻ്റെ ശരിക്കത്തെ യൂസ് എപ്പോഴാണ് വരിക? നമ്മൾ ഇപ്പോൾ ലേണിംഗ് വീഡിയോസൊക്കെ കണ്ട് പഠിക്കുന്നു, വൺ ഷോട്ട് പറ്റുന്ന പോലെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുന്നു, നിങ്ങൾ പറ്റുന്ന പോലെ മാക്സിമം നിങ്ങൾ ചെയ്തു. അങ്ങനെ നമ്മൾ ഈ സിലബസ് മൊത്തം തീർക്കുന്നു. ഓക്കെ, സിലബസ് മൊത്തം തീർക്കും. ഓക്കെ, നമ്മളൊരു ജാനുവരി എൻഡൊക്കെ ഫെബ്രുവരി മിഡൊക്കെ ആവുന്നതിന് മുൻപ് നമ്മൾ ഫുൾ സിലബസ് തീർക്കും. അതിനുശേഷം എന്താണ്, വെറുതെ ഇങ്ങനെ ഇരിക്കാനല്ല, അതിനുശേഷം നമുക്ക് കംപ്ലീറ്റ് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ റിവൈസ് ചെയ്യണ്ടേ, റിവിഷൻ ചെയ്യണ്ടേ. അപ്പോൾ ആ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സസ് വെക്കും. ഇൻറ്റൻസ് ആയിരിക്കും, ഒരു സംശയമില്ല, ഇൻറ്റൻസ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ക്ലാസ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ബേസിക്സ് ഒന്നും പറഞ്ഞു തരില്ല. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങിയാൽ അതിനുള്ള സമയം ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്, എക്സാമിന് വേണ്ട എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിന്റെ തിയറിയും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ വന്നിട്ട് ഒരു ചാർജ് ഇങ്ങനെ പോകുന്നു, അതിങ്ങനെ കറണ്ട് ഉണ്ടാവും, അല്ലല്ല. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആണ്, ഹീറ്റ് വരുന്നു, ഹീറ്റ് I²R, അതിന് സമയമില്ല. അത് നമുക്ക് പറയാൻ ആ സമയത്ത് സമയം ഉണ്ടാവില്ല. കാരണം എന്താണ്, പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള തരം എക്സാം ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ ആ സമയം ആകുമ്പോൾ നിങ്ങൾ റെഡി ആയിരിക്കണം. നിങ്ങളിപ്പോൾ ലേണിംഗ് വീഡിയോസ് കണ്ടു തുടങ്ങണം. ഇനി ആ ക്ലാസ്സസ്, ആ റിവിഷൻ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ചോദ്യങ്ങളാണ് ചെയ്യുക. നമ്മളിങ്ങനെ തിയറിയും അതിൻ്റെ ഭംഗിയും പറഞ്ഞുകൊണ്ടിരിക്കില്ല. കാരണം പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസേ പരീക്ഷ വരുള്ളൂ, ഒരു സംശയമില്ല. അപ്പോൾ അൽസർ വന്നിട്ട് പറയും നമ്മുടെ എന്താ ഫോർമുല, സമ്മിന്റെ ഫോർമുല പറയും, അവിടെ പഠിപ്പിക്കാൻ നിൽക്കില്ല. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കണ്ടിട്ട്, ഏത് ക്ലാസ്, ആ സമയത്ത് നിങ്ങൾ ഈ വൺ ഷോട്ട് സീരീസിന്റെ ക്ലാസ് പെട്ടെന്ന് കണ്ടുവരാം. അപ്പൊ എല്ലാം ബ്രഷപ്പായി, എല്ലാ ടോപ്പിക്സ് ഓർമ്മ ഉണ്ടാവും, ഫോർമുലയൊക്കെ ഓർമ്മ ഉണ്ടാവും. എന്നിട്ട് വന്നിട്ട് ഈ റിവിഷൻ ക്ലാസ്സിൽ ഇരുന്നാൽ പിന്നെ ഒന്നുമില്ല. ആ റിവിഷൻ ക്ലാസ്സും കൂടി കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ടെസ്റ്റ് പേപ്പർ കൂടി തരും, അതോടെ പരിപാടി ക്ലോസ്. ആ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ അതൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാകാൻ പോകുന്ന സാധനമായിരിക്കും ഈ വൺ ഷോട്ട് സീരീസിൻ്റെ ഈ ക്ലാസ്. അപ്പോൾ ഓരോ വൺ ഷോട്ട് സീരീസ് ക്ലാസ് കഴിയുമ്പോൾ അതിൻ്റെ ലിങ്കും അതിൻ്റെ കറസ്പോണ്ടിങ് നോട്ട്സും കിട്ടും. ആ നോട്ട്സും ആ വീഡിയോ എന്ത് ചെയ്യും, ഒന്ന് റിവൈസ് ചെയ്ത് നിങ്ങൾ ആ ക്ലാസ്സിൽ വന്നിരുന്നാൽ നമ്മൾ കൂടുതൽ പരീക്ഷാ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ചെയ്യും. ആ A+ നമ്മൾ അവിടെ ഉറപ്പാക്കും അടുത്ത ചാപ്റ്ററിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ റെഡിയാക്കിയിരിക്കുന്നത്. നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. ഓരോ സബ്ജക്റ്റിനും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഡോക്യുമെൻറ്റ്. നിങ്ങൾ അതിനനുസരിച്ച് കറക്റ്റ് പഠിച്ചു തുടങ്ങും. ഓക്കെ, അപ്പോൾ ഈ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം, സാറേ എപ്പോഴാണ് ഈ പഠിച്ചു തുടങ്ങേണ്ടത്, ഇങ്ങനെ തോന്നുമ്പോൾ കണ്ടാൽ മതിയോ, മതിയോ, അപ്പം മതിയോ, ഒരു 10 ദിവസമൊക്കെ എടുത്തൊരു ചാപ്റ്റർ തീർത്താൽ മതിയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിനും ടെസ്റ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ടെസ്റ്റ് പേപ്പർ ഇഷ്ടമില്ല എന്നറിയാം, നല്ല സാരില്ല, എടുക്കണം. കാരണം അവസാന പരീക്ഷ എഴുതുമ്പോൾ അതൊരു ടെസ്റ്റ് പേപ്പറാണ്. അപ്പോൾ മെല്ലെ കുറച്ച് ടെസ്റ്റ് പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേറെ കാര്യം കോൺഫിഡൻസ് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് തെറ്റി മാർക്ക് പോയി, കുഴപ്പമില്ല, നിങ്ങൾ പഠിക്കും. ആ ക്വസ്റ്റനെങ്കിലും പഠിച്ചു. അല്ലെ ആ സാധനം നിങ്ങൾക്ക് അറിയില്ല എന്ന് മനസ്സിലായി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നതിന് മാത്രം കാര്യമില്ല. അപ്പം നോക്കാം, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് നിങ്ങൾ ലേണിംഗ് വീഡിയോസ് കാണുന്നു, 13 ലേണിംഗ് വീഡിയോസ് കാണുന്നു, പഠിക്കുന്നു. നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ്, റിവൈസ് ചെയ്ത് പഠിക്കുക. ചില ടോപ്പിക്സ് എന്ത് ചെയ്യുക, ഫാസ്റ്റ് അടിച്ച് കാണാം. ഇനിയിപ്പോൾ ചില ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർമ്മ ഉണ്ടാവണം, നിങ്ങൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് ക്ലാസ് പോയി നോക്കാം, അതിന് നോട്ട്സ് ഉണ്ട്, നമുക്ക് ഇൻഫിനിറ്റ് റിസോഴ്സസ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞ് ടെസ്റ്റ് ഒന്ന് പോയി എഴുതാം, കുഞ്ഞ് ടെസ്റ്റ് ഒന്ന് പോയിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അത് റിട്ടൺ ടെസ്റ്റ് ആയിരിക്കും, MCQ ആയിരിക്കില്ല. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മെൻറ്റർ നിങ്ങളോട് പറഞ്ഞു തരും. ആ ടെസ്റ്റും കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യങ്ങൾ കിട്ടിയില്ലേ, നിങ്ങൾ അങ്ങനെയാണ് കാണേണ്ടത്. ടെസ്റ്റ് പേപ്പർ അയ്യോ പേടി അല്ല, കൂടുതൽ ചോദ്യങ്ങളാണ് കിട്ടുന്നത്. പരീക്ഷയിൽ വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, അതിൽ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കിട്ടും.
ഓക്കെ? അപ്പോൾ പഠിക്കുക. അപ്പോൾ ആ ടെസ്റ്റ് പേപ്പറും കൂടി കഴിയുമ്പോൾ നമ്മൾ ആ ചാപ്റ്റർ തീർക്കും. അതേപോലെ ഓരോ ചാപ്റ്റർ ഓരോ സബ്ജക്റ്റിന് ഇങ്ങനെ ടെസ്റ്റ് പേപ്പേഴ്സിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് കറക്റ്റായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങൾ ആ എക്സാംസ് എഴുതുക. മാർക്ക് പോയാലും മാർക്ക് കിട്ടുന്ന ഒരു വിഷയമുള്ള കാര്യമല്ല, കാരണം മാർക്ക് ഇവിടെയല്ല വേണ്ടത്, അവിടെയാണ് വേണ്ടത്. അപ്പോൾ അവിടെ കിട്ടണമെങ്കിൽ ഇവിടെ നിങ്ങൾ പഠിക്കണം. ഇവിടെ മാർക്ക് വാങ്ങണ്ട, നിങ്ങൾ ടോപ്പറൊന്നും ആവണ്ട, നിങ്ങൾ പഠിക്കണം. ഓക്കെ? അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക, ഓരോ സബ്ജക്റ്റിൻ്റെയും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അതിന് മുൻപ് ലേണിംഗ് വീഡിയോസ് കണ്ടാൽ മതി. ലേണിംഗ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങൾ വൺ ഷോട്ട് സീരീസ് കണ്ടോ, വേണമെങ്കിൽ കാരണം വൺ ഷോട്ട് സീരീസ് എന്ന് പറഞ്ഞാൽ ഈ ലേണിംഗ് വീഡിയോസിൻ്റെ ഒരു സമ്മറി പോലെയാണ്. ഓക്കെ? സമ്മറി പോലെയാണ്. അപ്പോൾ ലേണിംഗ് വീഡിയോസ് കണ്ട ആൾക്ക് വൺ ഷോട്ട് സീരീസ് ഒന്നും ആവേണ്ട ആവശ്യമില്ല, നിങ്ങൾ ആ ലെവലിന് മുകളിലായിരിക്കും. ഓക്കെ? അപ്പം ആ രീതിയിൽ നിങ്ങൾ ടെസ്റ്റ് പേപ്പറും കൂടെ അറ്റൻഡ് ചെയ്യുക. ഇതൊക്കെ കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അലൻ സാറും ഞാനും പറഞ്ഞ കാര്യങ്ങളല്ലേ, ഈ ലേണിംഗ് വീഡിയോസ് കാണാം, ടെസ്റ്റ് പേപ്പർ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ അവസാനം റിവിഷൻ ബാച്ചിന് വരുമ്പോൾ നിങ്ങൾ ഓൾറെഡി എല്ലാം പഠിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതൊക്കെ എല്ലാം കണ്ട ക്വസ്റ്റ്യൻസ് അതിനെ ചെയ്യുക, പഠിക്കുക. പിന്നെ എക്സാമിന് വരുമ്പോഴും ഇത് അലക്സ് സാറിന്റെ ക്വസ്റ്റ്യൻസ് ആണല്ലോ, അത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ശരിക്കത്തെ റിവിഷൻ അപ്ലൈ കിട്ടുക. അല്ലാണ്ട് ആ സമയത്ത് പഠിക്കാനുണ്ട്, ആ സമയത്ത് ശരിക്കത്തെ റിവിഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ തന്നെ ആലോചിച്ചു, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് റിവിഷൻ ക്ലാസ്സിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് എന്ത് സമാധാനം ഉണ്ടാവും. നിങ്ങൾക്ക് ഓൾറെഡി എല്ലാം അറിയാം. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് മെമ്മറി റിഫ്രഷ് ചെയ്യുന്നു, എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സംശയം ക്ലിയർ ചെയ്യുന്നു. അവസാനം എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ എക്സാമിൻ്റെ ലക്ഷ്യ ബാച്ചിലെ എല്ലാ സ്റ്റുഡൻസും 100% പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ? അപ്പോൾ ഈ ഒരു 2-3 മാസം പേർലി അത്രയല്ലേ ഉള്ളൂ, ഒന്ന് കഷ്ടപ്പെടും. 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ റെസ്റ്റ് എടുത്തോ, 3 മാസം ഏതാണ്ട് നിങ്ങൾക്ക് കിട്ടും. റെസ്റ്റ് വേണം, 3-4 മാസം കിട്ടും. എന്ത് ബുക്ക് തൊടണ്ട. പക്ഷേ ഈ ഒരു 3 മാസം ഈ സ്ട്രക്ചറായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചാൽ ആ ഫുൾ A+ അങ്ങോട്ട് പോരും. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ആരുടെ മുൻപാണോ നിങ്ങൾക്ക് നല്ല പ്രൗഡായിട്ട് നിൽക്കണ്ടേ, നല്ല പ്രൗഡായിട്ട് നിൽക്കാം. നിങ്ങൾക്ക് അവരോട് പറയാം, ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുത്തു, എനിക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടി, ധൈര്യമായിട്ട് പറയാം. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ആര് ചെയ്തുതരും? ഞാനും അലൻ സാറും മാത്രമല്ല, ഇഷ്ടം പോലെ പേര് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കഷ്ടപ്പെടുന്നത്. അപ്പം അവരൊക്കെ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. നിങ്ങൾ ആ ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോവുക. ഒരു സംശയമില്ല, SSLC ലക്ഷ്യ ബാച്ചിൽ ഒരു സ്റ്റുഡൻറ്റ് പോലും പുറകിലായി പോവില്ല. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇത്രയും വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് കേരളത്തിൽ ഇന്നേ വരെ SSLC പോട്ടെ ഒരു ബാച്ചും ഇതുവരെ നടന്നില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യം നിങ്ങൾക്ക് ഓൾറെഡി ഗസ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഒരു സംശയമില്ല. ഞാൻ വെറുതെ പ്രോമിസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, ഇതിൽ കൂടുതൽ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ? അത് ചെയ്യുക, ഫുൾ A+ വാങ്ങുക, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ? ശരി. അപ്പോൾ ഇനിയും ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക്, ഓക്കെ, ഇനിയും ജോയിൻ ചെയ്യാൻ ചിലവർക്ക് ആഗ്രഹം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ക്ലാസ്സസ് കിട്ടി സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കണം, ഇതിൽ ആ ഫുൾ A+ തന്നെ വാങ്ങിച്ചെടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കുണ്ടാവും. ആ ഫയർ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിൻ്റെ ഒരു പാർട്ട് ആവാം. ഞങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ ഫേവറേറ്റ് ഫാക്കൽറ്റി ആയിരിക്കും ഉണ്ടാവും. അലൻ സാർ ഉണ്ടാവും, ഞാനുണ്ടാവും, കിരൺ സാർ ഉണ്ടാവും, അനു മിസ് ഉണ്ടാവും, അർച്ചന മിസ് ഉണ്ടാവും, അമിത മിസ് ഉണ്ടാവും. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി അവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ റെഡി ആയിരിക്കും. ഓക്കെ? അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇതിലും കാലം ലോവസ്റ്റ് ഫീസ് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇത്രയും ഫാക്കൽറ്റിയും ഇത്രയും റിസോഴ്സസ് നിങ്ങൾക്ക് വേണ്ടി ഓണാക്കി തരുമ്പോൾ ഇതായിരിക്കും നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും മിനിമം ഫീസ്. ഓക്കെ? ഏറ്റവും മിനിമം ഫീസ് 2000 രൂപയ്ക്ക് എല്ലാ സബ്ജക്റ്റും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ജോയിൻ ചെയ്യേണ്ടവർക്ക് താഴെ കൊടുത്ത നമ്പർ ഉണ്ട്, 759202 ജോയിൻ ചെയ്യുക. 2021 കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം.